നമ്മുടെ ടീമില് എനിക്ക് തോന്നുന്നു 90% ആൾക്കാരും രാത്രി ഒരു 8 മണിക്ക് ശേഷം അവർ പുലികളായിരിക്കും. അതിൽ 4ാമതാണ് ഡിസൈനേഴ്സ്. വിയറ്റ്നാം കോളനിയുടെ ഒരു വൺ ലൈനർ ആണല്ലോ അവതാർ. അതിൽ 3 ചിത്രങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ഒന്ന് ഫിലോമിന ചേച്ചിയുടെ ഒരു പോർട്രേറ്റ്, അതിൻ്റെ താഴെ ശോഭന മാമിൻ്റെ ഒരു പോർട്രേറ്റ് ഉണ്ട്, അതിൻ്റെ മുകളിൽ സിൽക്ക് സ്മിതയുടെ ഒരു പോർട്രേറ്റ് വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ 3 പേരും? ഹലോ എവ്രി വൺ, ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ദി യങ് ക്യൂട്ട് ആൻഡ് ഒരു പൂക്കി വൈബ് എനിക്ക് തോന്നുന്നു, എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ കൂടെ ഉള്ളത് നമുക്കൊക്കെ പ്രിയപ്പെട്ട വളരെ യങ് ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ള ഈസ്തറ്റിക് കുഞ്ഞമ്മ എന്ന് പറയുന്ന ആ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള എൻറ്റിറ്റിയുടെ ഓണർ, ഫൗണ്ടർ ആൻഡ് പാഷനേറ്റ് ആക്ടർ അരുണാണ്. വെൽക്കം അരുൺ, വെൽക്കം ടു ദി ഷോ. എന്തൊക്കെയാണ് അരുൺ വിശേഷങ്ങൾ? ലൈഫ് എങ്ങനെ പോകണം? നന്നായിട്ട് പോകുന്നു. പടക്കളം ഇറങ്ങി, OTT ഇറങ്ങി, ഭയങ്കര നല്ല റിസപ്ഷൻ കിട്ടുന്നു. എല്ലാവരും കണ്ട അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നു. നേരിട്ട് കാണുന്നവരൊക്കെ പഴയതിനേക്കാൾ കുറച്ചുകൂടെ തിരിച്ചറിയുന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സന്തോഷം തോന്നി. ഈ അടിപൊളി എന്ന വാക്കിനോട് എന്തെങ്കിലും ഇഷ്ടക്കൂടുതലുണ്ടോ? അതെന്താ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഞാൻ. ഇന്റർവ്യൂ തുടങ്ങിയല്ലേ പറഞ്ഞിട്ടില്ലേ? ഇല്ല, അത് വരുന്ന പെട്ടുപോയതാന്ന് തോന്നുന്നു. എന്തായാലും നല്ല വാക്കാണ്. നമുക്ക് പോസിറ്റിവിറ്റി തരുന്ന വാക്കുകൾ ഉണ്ടാവുമല്ലോ അല്ലെ ഒത്തിരി ലൈഫിൽ. ഈ വാക്കുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിന്റെ ഫോണ്ടിനെ കുറിച്ച് സംസാരിക്കും. ഫോണ്ടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പോസ്റ്ററുകളെ കുറിച്ച് പറയും. പോസ്റ്ററുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഈസ്തറ്റിക് കുഞ്ഞമ്മ എന്ന് പറയുന്ന ആ ഒരു എൻറ്റിറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള പോസ്റ്റേഴ്സ് എല്ലാം ക്രിയേറ്റീവ് ആയിട്ടുള്ള പോസ്റ്റേഴ്സാണ്. ഇതിൽ ശരിക്കും വർക്ക് ചെയ്യുന്ന ഒരു ബ്രെയിൻ ആരുടേതാണ്? അരുണാണെന്നൊക്കെ ഞാനിങ്ങനെ കേട്ടു അറിഞ്ഞു. അല്ല, നമ്മളൊരു ടീമാണ്. നമ്മളൊരു 5-8 പേരുള്ള ഒരു ചെറിയൊരു ടീമാണ്. അതിൽ ഞാനും ദീപക്കാണ് അതിൻ്റെ കോ-ഫൗണ്ടേഴ്സ്. നമ്മളാണ് മെയിൻ ടീംമേറ്റ്സ്. അപ്പം അല്ലാതെ നമ്മുടെ ടീമിൽ തന്നെ യദു, കിഷോർ, രാഹുൽ, അങ്ങനെ ഒരുപാട് ടീം മെമ്പേഴ്സ് ഉണ്ട്. സോ എപ്പോഴും ഒരു കളക്റ്റീവ് ഐഡിയേഷനിലും ഭയങ്കര ഫണ്ണായിട്ടുള്ള ചർച്ചകളിലൊക്കെയാണ് ഒരുപാട് ഐഡിയകൾ വരുന്നത്. എപ്പോഴും അതിപ്പോൾ ഞാൻ എൻ്റെ ഐഡിയോ അല്ലെങ്കിൽ ദീപത്തിൻ്റെ ഐഡിയോ ഒന്നും ആയിരിക്കണം എന്നില്ല. അങ്ങനെ ഒരു ഹെൽത്തി ഡിസ്കഷൻ വരുമ്പോൾ സാധനങ്ങൾ വരും. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ചില സമയത്ത് നമ്മൾ ഐഡിയ കൊടുക്കും, ചില സമയത്ത് നമ്മുടെ ഒരു ക്രിയേറ്റീവ് ഡയറക്ഷൻ കൊടുക്കും. ഇതാണ് വേണ്ടത് ഈ പടത്തിന്, അല്ലെങ്കിൽ ഈ ബ്രാൻഡിന് ഇത് വേണം എന്ന് പറയുമ്പോൾ അവരതിനനുസരിച്ചുള്ള ഐഡിയാസ് കൊണ്ടുവരും. സോ അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു ടീമിനൊപ്പം ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഫണ്ണായിട്ടുള്ള ഒരു ടീം ലീഡായിരിക്കും എപ്പോഴും കാര്യങ്ങൾ ചെയ്യാനായിട്ട് നല്ലത്. വർക്ക് സ്പേസിൽ അങ്ങനെയാണ് കൂടുതലെന്ന് തോന്നുന്നു. അപ്പം നമ്മളവിടെ ഈസ്തറ്റിക് കുഞ്ഞമ്മയിൽ വന്നപ്പോഴത്തേക്കും അരുൺ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ വരുന്നവർക്ക് ആർക്കും ഉറങ്ങരുത്, ആരെയും ഉറക്കി ഉറക്കം വരുന്നവര് വീട്ടിൽ പോയി ഉറങ്ങരുതെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവിടെ ഒരു ഉറക്കം തൂങ്ങരുത്, അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവണം. എന്നാൽ കോസി ആയിരിക്കണം, ഇരിക്കാൻ തോന്നണം, ഇരുന്ന് കഥ പറയാനോ അല്ലെങ്കിൽ ഐഡിയ ആലോചിക്കാനോ ഒക്കെ തോന്നണം. അതാണ് നമ്മൾ ഇനീഷ്യലി ആലോചിച്ചിരുന്നത്. ഡിസൈനർക്ക് ശരിക്കും നല്ല ഉറക്കം കിട്ടുന്നുണ്ടോ ഈ കാലം? എനിക്ക് അങ്ങനെ അറിയില്ല കേട്ടോ. നമ്മൾ ഇനീഷ്യൽ ടൈംസിലൊക്കെ ഒരുപാട് ഉറക്കമൊഴിച്ചിട്ടുണ്ട്. ചില ആൾക്കാരുടെ വർക്ക് റുട്ടീൻ അങ്ങനെ, നമ്മൾ രാത്രി ആയിരിക്കും നമുക്ക് ബുദ്ധി വർക്കാവുക. എനിക്കും പേഴ്സണലി അങ്ങനെ. നമ്മുടെ ടീമിൽ എനിക്ക് തോന്നുന്നു 90% ആൾക്കാരും രാത്രി ഒരു 8 മണിക്ക് ശേഷം അവർ പുലികളായിരിക്കും. പക്ഷെ നമുക്ക് ചിലപ്പോൾ അങ്ങനെ പറ്റൂലല്ലോ. നമ്മുടെ ഒരു ഓഫീസ് ഹവേഴ്സിൽ വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമല്ലോ. ചില സമയത്ത് നമ്മൾ ഷഫിൾ ചെയ്യും, അവരുടെ കംഫർട്ടും കൂടെ നോക്കിയിട്ട്. പക്ഷെ അങ്ങനെ ഒരുപാട് നാൾ ഉറക്കമൊഴിച്ചാലും ആരോഗ്യത്തിന് കേടായതുകൊണ്ട് നമ്മളത് ബാലൻസ് ചെയ്യാന്നുള്ളത്. അരുൺ ഇപ്പൊ പറഞ്ഞതിൽ നിന്ന് എനിക്ക് പിന്നെ പെട്ടെന്ന് കത്തിയൊരു സാധനം എന്താണെന്ന് വെച്ചാൽ, ഈ കവികള്, ഭ്രാന്തന്മാര്, പ്രണയിക്കുന്ന ആളുകൾ, ഇവർ 3 പേരാണ് കൂടുതൽ ഉറക്കളക്കുന്ന ആൾക്കാർ. 3 മണിക്ക് ശേഷം നല്ല ഐഡിയാസ് ആയിട്ട് വരുന്നത് ഇവരാണ് എന്നുള്ളൊരു സംഭവം. ആ ഒരു ലിസ്റ്റിൽ 4ാമത്തേക്ക് ഡിസൈനേഴ്സ്. എന്തായാലും എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ഐഡിയ സ്റ്റാർട്ട് ചെയ്യുക? ഫസ്റ്റ് പിന്നെ ഒരു തോട്ട് എവിടെ നിന്നാണ്? ഡിസൈനിങ്ങിന്റെ കാര്യമാട്ടോ ചോദിക്കണേ. ഇങ്ങനൊരു പരിപാടി തുടങ്ങാനാണെങ്കിൽ ലോക്ക്ഡൗൺ ടൈമിലാണ്, 2020 മാർച്ചിലാണ് ശരിക്കും ഒരു കോവിഡ് സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. എനിക്കൊരു നാടക ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു, സിനിമയിൽ കയറാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ട് ആ സമയത്ത്, 1-2 സിനിമ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ പ്രത്യേകിച്ചൊന്നും വീട്ടിൽ ചെയ്യാനുമില്ല. ലോക്ക്ഡൗണിൽ എല്ലാവരും വീട്ടിൽ ഇരിക്കുന്നു. അപ്പോൾ അന്നേരം നമ്മൾ ഒരുപാട് സിനിമ, ഞാൻ അന്നേരമാണ് കുറച്ചുകൂടെ സിനിമയിലേക്ക് എക്സ്പോസ്ഡ് ആവുന്നത്. കോളേജിൽ പഠിക്കുന്ന ആ ഒരു സമയത്താണ് ഞാൻ ഒരു ദിവസം 3 സിനിമയൊക്കെ വെച്ച്, ഈ ലീവ് കിട്ടുന്ന സമയമുണ്ടല്ലോ, പ്രത്യേകിച്ച് ഇപ്പം കോവിഡ് വന്നപ്പം ഒരു പണിയില്ലല്ലോ, കിടന്നുറങ്ങുക എന്ന് പറയുന്നത്. രാത്രി ഒരു 4 മണി വരെ സിനിമ കാണാം, ഉറങ്ങാം. പിന്നെ ഒരു പരിധി കഴിഞ്ഞപ്പം ഭയങ്കര ഫ്രസ്ട്രേഷനായി, എന്ത് ചെയ്യണം എന്നറിയില്ല. ക്രിയേറ്റിവിറ്റി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അഭിനയിക്കാനും പറ്റുന്നില്ല, ഒരു പരിപാടിയില്ല.
അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചു നോക്കി വേണമെങ്കിൽ ഒരു ഇൻസ്റ്റാ പേജ് തുടങ്ങാം, അതിൽ എന്തെങ്കിലും സിനിമകളെ കുറിച്ചിട്ടുള്ള സാധനങ്ങൾ ഇടാം, രസമുള്ള വല്ല എഡിറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്തിടാം. അപ്പോൾ എനിക്ക് കുറേ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെ ഒക്കെ കുറേ വിൻറ്റേജ് നല്ല ഫോട്ടോസൊക്കെ ഉണ്ടായി, അതൊക്കെ വെച്ച് എന്തെങ്കിലും ഫൺ സാധനങ്ങളൊക്കെ പിടിക്കാന്നുള്ളൊരു തോട്ട് വരികയും അങ്ങനെ ഒരു ടീമൊക്കെ ഉണ്ടായി. ആ സമയത്ത് ഒരുപാട് നല്ല ആർട്ടിസ്റ്റായിട്ട് സംസാരിച്ചു. ഇതേപോലെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കുറേ പേരുണ്ടായിരുന്നു, അവരവരുടെ നാട്ടിലൊക്കെ വീട്ടിലേക്ക് ഇരിക്കുമായിരുന്നു. അങ്ങനെ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് ഡിസ്കഷനായി, രാത്രികളിലൊക്കെ ചർച്ചയായി, കോളായി, അങ്ങനെ ഓരോരോ എഡിറ്റൊക്കെ ചെയ്ത് പിന്നെയാണ് ഇതിലേക്ക് എത്തുന്നത്. ഒരു ഗ്രൂപ്പായിട്ട് നമ്മളങ്ങ് പിരിക്കുക ചെയ്തത്. നമ്മൾ ഇനീഷ്യൽ ടൈമിൽ കുറേ ഫാൻ മെയ്ഡ് പോസ്റ്റേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പഴയകാല സിനിമകൾക്ക് ഇപ്പോഴത്തെ ടൈപ്പ് പോസ്റ്റേഴ്സ് വന്നാൽ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇന്ന് ഇറങ്ങിയ സിനിമയ്ക്ക് 80s ഇറങ്ങിയിരുന്നെങ്കിൽ അതിൻ്റെ പോസ്റ്റർ എങ്ങനെ ഉണ്ടാവും, അങ്ങനത്തെ റീഇമാജിനൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പല സിനിമകളും മിക്സ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. വിയറ്റ്നാം കോളനിയും അവഞ്ചേഴ്സും അല്ല അവതാർ. വിയറ്റ്നാം കോളനിയുടെ ഒരു വൺ ലൈനർ ആണല്ലോ അവതാർ. അപ്പൊ അത് വെറുതെ അല്ല, അത് ഇങ്ങനെ കൊളോക്കിയലി പറയുന്ന അങ്ങനെയാണെന്നല്ല, എന്നാലും അതേപോലുള്ള കുറെ സിമിലാരിറ്റീസ്. ഇപ്പം അൻപേ ശിവത്തില് കമൽ സാറും ഫോറസ്റ്റ് ഗംപിലെ പുള്ളിയും കൂടെ ഒന്നിച്ചിരിക്കാം, അവര് രണ്ടും നല്ല സിങ്ക് ആയിരിക്കും. മായ നദിയും ഷേപ്പ് ഓഫ് വാട്ടർ മിക്സ് ചെയ്യാന്നൊക്കെ പറയുന്ന പോലെ വൈൽഡ് തോട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചത് നല്ലൊരു ടീം വന്നപ്പോ, ദീപക്കൊക്കെ വന്ന് അങ്ങനെ ഒരുപാട് പേര് വന്നപ്പോ സാധനം. ഈ മായാനദിയും ഷേപ്പ് ഓഫ് വാട്ടറും അതൊരു നമ്മൾ ഈ വിയറ്റ്നാം കോളനി അവതാർ പറയുന്ന പോലെ ഒരു നമ്മൾ ആലോചിക്കുകയും ചിരിക്കുകയും ഒരുപോലെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതുപോലെയല്ല കേട്ടോ മായാനദിയുടെ കാര്യം. അത് ആ 2 കറോസലായിട്ടുള്ള ഒരു പോസ്റ്റാണ് നമ്മുടെ പേജിലുള്ളത്. അതിൽ ആ രണ്ടാമത്തെ ആ ഒരു മൂവ്മെന്റ്, ഒരു മോഷനാണല്ലോ ചെയ്തേക്കുന്നത്. അതില് പിന്നെ അപ്പൂന്റെ ചെരുപ്പ് താഴേക്ക് വീഴുന്നുണ്ട്, മാത്തന്റെ തൊപ്പി മുകളിലേക്ക് പോകുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യുന്നത്? അത് രണ്ടുപേരും അവർ കൈവിട്ട് പോയിട്ട് അവർ ആ നദിയിലങ്ങ് ഒഴുകി, പിന്നെ എന്തോ മായാനദി അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. അത്രയും ചിന്തിച്ചിട്ടില്ല. ഇല്ല, ഞാൻ ഇത്രയേ ഉള്ളത്. ഞാൻ ഷേപ്പ് ഓഫ് വാട്ടർ കണ്ടത് ലോക്ക്ഡൌൺ ടൈമിലാണ്. മായാനദി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമ. ഇത് രണ്ടിനും എന്തൊക്കെയോ കമ്പാരിസൺ ഉണ്ടല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് എപ്പോഴേക്കും. കാരണം അവര് ഭയങ്കര ഡിഫറെന്റ് ക്രീച്ചേഴ്സ് ആണ്, അവർക്ക് ഒന്നിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്ന സാധനമുണ്ട് ഷേപ്പ് ഓഫ് വാട്ടറിൽ. അതേപോലെ 2 തലത്തിലേക്ക് പോകുന്ന മനുഷ്യർ, അവർക്ക് ഒന്നിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഏറ്റവും എൻഡിൽ ടൊവിനോ മറ്റേ ഒരു റിവറിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് മരിച്ച് വീഴുന്നതിന് മുന്നേ കാണുന്നത് മറ്റേ അപ്പൂനെയാണല്ലോ. ആ മൊമെന്റിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഓക്കെ അപ്പൊ ചിലപ്പോൾ പുള്ളി മറിഞ്ഞ് വെള്ളത്തിൽ വീണ് അടിയിലേക്ക് പോകുമ്പോൾ പുള്ളി ചിലപ്പോൾ ഇമാജിൻ ചെയ്യുന്നതായിരിക്കും വൺ ലാസ്റ്റ് ടൈം പുള്ളി ഒന്നിക്കുന്നതോ അല്ലെങ്കിൽ ഹഗ് ചെയ്യുന്നത് ആ ഒരു സമയത്തായിരിക്കും. ഈക്വലി ഷേപ്പ് ഓഫ് വാട്ടറിൽ മറ്റേ കുട്ടി വെടിയേറ്റ് വെള്ളത്തിൽ വീഴുമ്പം ഈ സാധനം പോയി എടുത്ത് കെട്ടിപ്പിടിക്കുന്നിടത്താണ് അവർക്ക് ജീവൻ വെക്കുന്നത്. അതേപോലെ അപ്പു ഇസ് കമ്മിങ് ടു സേവ് ഹിം എന്ന് പറയുന്ന പോലെ ജീവൻ വെക്കുന്നു. ഞാൻ ആ പോസ്റ്ററിനെ റിപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കിയ ആ ഒരു മൊമെന്റ് ഉണ്ട്, ഈ സിനിമയുടെ ഫൈനൽ മൊമെന്റ്. അത് മായാനദിയിൽ വന്നിരുന്നെങ്കിലോ എന്ന് ചിന്തിക്കാന്നുള്ളതേ ഉള്ളൂ. വേറെ അതിന്റെ ഫുൾ ടോട്ടൽ ക്രെഡിറ്റ് അരുണാണോ? ഒരിക്കലും ഇല്ല. അത് എക്സിക്യൂട്ട് ചെയ്ത ആൾക്കും അതിന്റെ ക്രെഡിറ്റ് ഉണ്ട്. ഞാനിപ്പോ ചിന്തിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റണമല്ലോ, അതേപോലത്തെ ടൈറ്റിൽ ചെയ്യാൻ പറ്റണമല്ലോ, അതുപോലെ വരച്ചെടുക്കാൻ പറ്റണോ. അത് വരച്ചതാ ആ സമയത്ത്. അപ്പോൾ ഒരു 50% അവന്റെ പവറാണത് വരച്ചെടുത്തതിൽ. ഐഡിയേഷൻ മാത്രമായിരിക്കും നമ്മുടെ. അപ്പം ഞാൻ ഇപ്പൊ ഐഡിയ ആലോചിച്ചാലും നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരോടും ചോദിക്കും, ഇത് വർക്കാവും, ഇങ്ങനെ ചെയ്യട്ടെ അങ്ങനെ ചെയ്യട്ടെ, അവരുടെയും ഫീഡ്ബാക്ക് വരും. അപ്പം ഒരിക്കലും ഫുൾ ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല. മായാനദി എന്തൊരു സിനിമയല്ലേ? ഞാനിങ്ങനെ അതേക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓപ്പോസിറ്റ് അട്രാക്ട്സ് എന്നാണ് നമ്മൾ സാധാരണ കേട്ട് വന്നിട്ടുള്ള ഒരു കാര്യം. പക്ഷെ അങ്ങനെയല്ല. പിന്നെ ഇതിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 ക്യാരക്ടർ, 2 പോളിൽ നിൽക്കുന്നവർ, 2 സ്വഭാവങ്ങളാണ്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നല്ലൊരു ലൈഫായിരിക്കും, അടിപൊളിയായിരിക്കും അങ്ങനെ ഒരു പാർട്ട്ണറിലേക്ക് വരുമ്പോഴത്തേക്കെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മളെ അതിലും മായാനദി ചതിച്ചു. അങ്ങനെയുണ്ടോ? അയ്യോ, അതൊന്നും എനിക്കറിയില്ല. അത് ഭയങ്കര വലിയ ടോപ്പിക്കാണ്. സിനിമയെ കുറിച്ച് മാത്രമേ എനിക്കറിയുള്ളൂ. നല്ല രസമുള്ള സിനിമ, ഭയങ്കര റിയലിസ്റ്റിക്കലി ഹ്യൂമൻ ഇമോഷൻസ് കാണിച്ചിട്ടുണ്ട്. ഇത്രയും എനിക്ക് തോന്നുന്നു അത്രയും റിയലിസ്റ്റിക് ആയിട്ടൊരു സിനിമ നമ്മൾ ആ സമയത്ത് അതാണ് കാണുന്നത്. ഭയങ്കര ന്യൂ വേവ് സാധനമായിരുന്നല്ലോ. അതിൽ പിന്നെ അതേപോലത്തെ സിനിമകൾ വന്നിട്ടുണ്ട്. ഞാൻ ആ സിനിമയുടെ ബ്യൂട്ടി മാത്രമേ ആസ്വദിച്ചിട്ടുള്ളൂ. ഞാൻ ആ മറ്റേ സൈക്കോളജിക്കൽ തലം അത്രയും ഇതായിട്ടില്ല. ഞാൻ കുറച്ച് പിടിക്കാതെ ഇപ്പം നമ്മുടെ എസ്തെറ്റിക് കുഞ്ഞമ്മയിൽ ഹിറ്റായിട്ടുള്ള ഒരു സാധനമില്ലേ, ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹിറ്റായിരുന്നു നമ്മുടെ പേജ്. നമ്മൾ ആ സമയത്ത് കൊറോണ ടൈമാണ് തുടങ്ങിയ സമയത്ത് ഇല്ല, പലതും ഇട്ട് നോക്കി, ചിലത് വർക്കായി, ചില ആദ്യത്തെ സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വർക്കായി. അത് തന്നെ റിപ്പീറ്റ് ചെയ്തപ്പോൾ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുന്നില്ല, ലൈക്ക് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് മനസ്സിലായോ ഇതല്ല, നമ്മൾ വെറൈറ്റി കൊടുക്കണം, എന്നാലേ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുള്ളൂ. അപ്പം നമ്മൾ വെറൈറ്റി സാധനങ്ങൾ നോക്കാൻ തുടങ്ങി, വീഡിയോകൾ ഇടാൻ തുടങ്ങി. ഇപ്പം ബഷീറിന് വേണ്ടിയിട്ട് നെറ്റ്ഫ്ലിക്സിൽ ഡോക്യുമെന്ററി ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറയുന്ന പോലെ വൈൽഡ് തോട്ട്സ് എടുത്ത് ഇറക്കുക എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മാറ്റി ചെയ്ത് നോക്കി ഒരു ട്രയൽ ആൻഡ് എററിലാണ്
ഏസ്ത്രി കുഞ്ഞുമ്മ ബൂമാവുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ഇപ്പോഴും ചെയ്യുന്നത് സിനിമയിലും. നമ്മൾ പിന്നെ സാധാരണ കണ്ടുവരുത്തുന്നതോ ചിന്തിക്കുന്നതോ ഒന്നുമല്ല, കുറച്ച് എഗിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ തിലകൻ ചേട്ടനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഐക്കോണിക് ആയിട്ടുള്ള കിരീടത്തിലെ ഡയലോഗ് നമ്മൾ എല്ലാവരും പറയും, കത്തി താഴെ ഇടടാ എന്ന ഒരു ഡയലോഗ്. പക്ഷേ നമ്മുടെ പേജിലുള്ളത് കത്തി താഴെ ഇടല്ലേ മോനെ എന്ന് പറഞ്ഞിട്ട് പിന്നെ പെരുന്തച്ഛനിലെ തിലകനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം ഒരു റിവേഴ്സ് ആണ് എന്ന് എനിക്ക് തോന്നിയതാണ്. എൻ്റെ ഒരു റീഡിംഗ് ആണ് കേട്ടോ. ആണോ? ശരിയാണ്, നല്ല റീഡിംഗ് ആണ്, അത് കൊള്ളാം. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അതെ, ഞാൻ ഇപ്പം പെരുന്തച്ഛനെ കാണിക്കുമ്പോ പുള്ളി ആ സാധനം കത്തിയല്ലത്, എന്നാലും അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ട് ഓർമ്മ വരുന്ന കത്തി താഴെ മോനെ എന്ന് പറയുന്നതാണ്. അപ്പം അത്തരത്തിൽ പല സാധനങ്ങളും റിവേഴ്സ് ആയിട്ടും കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ഫണ്ണായിട്ട് ചിന്തിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്ന ആൾക്കാരും ഒന്ന് ഇപ്പം ചേച്ചിയാണെങ്കിലും ഇത് ഓർത്തിരിക്കുന്നത് അങ്ങനെ ഒരു ഓപ്പോസിറ്റ് സാധനം വന്നോണ്ടാണ്. ചിലപ്പോൾ അത് സ്ട്രെയിറ്റ് ഡയറക്ട്ലി ഞാൻ കത്തി താഴെന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ അത് വർക്കാവൂലായിരുന്നു. അങ്ങനെ നമ്മൾ ചില സമയത്തൊന്ന് ഓപ്പോസിറ്റ് പോയി കഴിഞ്ഞാൽ ചില നല്ല സാധനം കിട്ടും, ചില സമയത്ത് കുളവും, ചിലത് നല്ലത് വരും. ഇപ്പോൾ നമ്മുടെ മൂവി പോസ്റ്റേഴ്സിലേക്ക് നമ്മൾ വരുന്നത് പിന്നെ അതിന് ശേഷമാണ്, കുറച്ച് കഴിഞ്ഞിട്ടാണ്. ഇപ്പൊ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്ത് വന്നിട്ടാണ്. വെയിലല്ലേ നമ്മുടെ ഫസ്റ്റ് മൂവി പോസ്റ്റർ, അതെങ്ങനെയായിരുന്നു? അതിന്റെ ഒരു കോളും ഫസ്റ്റ് അത് കിട്ടിയപ്പോഴുണ്ടായിരുന്ന ഒരു സന്തോഷവും, നമ്മൾ മൂവിയിലേക്ക് ഇനി ഒരു നെക്സ്റ്റ് ലെവൽ ആണല്ലോ. അതെ, നമ്മൾ അങ്ങനെ തിങ്ക് ചെയ്യാനുള്ളൊരു സാഹചര്യം കിട്ടിയില്ല. ഇങ്ങനെ ഷെയ്ൻ ചേട്ടൻ എൻ്റെ സ്കൂളിൽ പഠിച്ചിരുന്നതാണ്. അപ്പം അങ്ങനെ അറിയാം, നമ്മുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഹി വാസ് ഫോളോയിങ് ആ പേജ്. അപ്പം ശരത്ത് അതിൻ്റെ ഡയറക്ടർ നമ്മുടെ പേജ് കണ്ടിട്ട് റീച്ച് ഔട്ട് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും വെറൈറ്റി പരിപാടി പിടിക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മളങ്ങ് ഇറങ്ങി. നമ്മൾ കൂടുതൽ ചിന്തിച്ചില്ല, പടം വന്നാൽ എന്നാ പടം ചെയ്യാം എന്നുള്ള ഇതേ ഉള്ളൂ. പിന്നെ ചെയ്യുന്ന വഴിയാണ് പഠിച്ചെടുക്കുന്നവരൊന്ന്, ഇതിന്റെ സൈസ് ഇങ്ങനെയാണ്, ടൈറ്റിൽ ഇവിടെ വെക്കണം, കളർ ഗ്രേഡ് ചെയ്യണം, കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി റീടച്ച് ചെയ്യണം എന്നൊക്കെ. ഇതൊക്കെ ഓൺ ദ ഗോ ആണ് നമ്മൾ പഠിച്ചെടുത്തത്. അപ്പൊ ഒരു ചിന്തിക്കാൻ സമയം കിട്ടിയില്ല, ചാടി അങ്ങ് ഇറങ്ങി. പിന്നെ അങ്ങോട്ട് വെയിലെന്ന് എഴുതിയിട്ടുള്ളത് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്ന ഒരു വെയില്, എനിക്ക് തോന്നുന്നു അതിന്റെ ടൈറ്റിൽ ഓൾറെഡി അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അതൊരു കുറച്ച് സമയം എടുത്ത് അവർ ചെയ്തു വെച്ചിരുന്നേ, അതെടുത്ത് നമ്മൾ പിന്നെ അങ്ങ് വർക്ക് ചെയ്യുക ചെയ്തത്. നമുക്ക് ഡയറക്ടർ തന്നെ ആ ടൈറ്റിൽ. വെയില് നമ്മുടെ ഫസ്റ്റ് വർക്ക് അതാണ്. അതിനുശേഷം രണ്ടാമത്തേത് ഏതായിരുന്നു? എനിക്ക് തോന്നുന്നു അപ്പൊ തന്നെ വിളിച്ചിരുന്ന ഒരു പടമാണ് ലവ് എന്ന് പറഞ്ഞിട്ട്, ഖാലിദ് റഹ്മാൻ. അപ്പൊ അതൊരു 2-3 പോസ്റ്റർ നമ്മൾ ചെയ്തുള്ളൂ. അതെ അതെ. പിന്നെ പുത്തമ്പുതു കാലി എന്ന് പറഞ്ഞിട്ടൊരു മദ്രാസ് ടോക്കീസിന്റെ ഒരു സെഗ്മെന്റ് ഉണ്ട്, മണിരത്നം സാർ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അതിന്റെ ഒരു ടൈറ്റിൽ നമ്മളാ ചെയ്തത്. അങ്ങനെ ഒരു തമിഴ് പരിപാടി കിട്ടി. പിന്നെ ഒരു തെലുങ്ക് പരിപാടി ചെയ്തത് സ്റ്റാൻഡപ്പ് രാഹുൽ എന്ന് പറഞ്ഞിട്ടൊരു തെലുങ്ക് ഫിലിം. അങ്ങനെ പെട്ടെന്ന് തെലുങ്കും തമിഴൊക്കെ കിട്ടിയ അതെ, കിട്ടുന്നൊക്കെ പിടിച്ചു ഉള്ളൂ. ഇപ്പൊ ഒരു ശരിക്കും ഒരു ഗ്ലോബലി എല്ലാരും ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു ഒരു മീഡിയ ആയിട്ട് മാറി. ഗ്ലോബലി ആയൊന്നും അറിയില്ല, ട്രൈ ചെയ്യുന്നു. അല്ലേ? ഫോൺസ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺസ് അതിൽ ഭയങ്കര ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അത് ഞാൻ ഇപ്പൊ വെയിലിന്റെ കാര്യം ഞാൻ എടുത്തു ചോദിച്ചതും അതുകൊണ്ട് തന്നെയാണ്, ഫോണ്ടിലേക്ക് വരികയായിരുന്നു എൻ്റെ ചോദ്യം. മധുരം ഒക്കെ എഴുതിയിട്ടുള്ളത് അതൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. നമുക്ക് ആ മധുരം സിനിമയുടെ ഫീല് ആ ടൈറ്റിൽ കാണുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും. അത് പിന്നെ നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മുടെ ഡിസൈനേഴ്സ് ചെയ്യുക ഉള്ള ഫോൺസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുക, അതാണ് ചെയ്യുക. അല്ലാതെ ഈ വരച്ചെടുക്കുന്നതാണോ? എന്താണ് ആ ഫോണ്ടിന് പിന്നിലുള്ള ഒരു ബ്യൂട്ടിയെ കുറിച്ച്? ഫോൺസ് എപ്പോഴും ഇപ്പോൾ ഒരു സിനിമയെ റെപ്രസെന്റ് ചെയ്യുന്ന മെയിൻ സാധനമായിരിക്കും ഫോണ്ട്. അപ്പം ഞാൻ പണ്ടോട്ട് ഇൻസ്പയർഡ് ആയിരിക്കുന്ന സാധനങ്ങളൊക്കെ പ്രാക്ടിക്കലി ഉണ്ടാക്കിയിരിക്കുന്ന ടൈപ്പോഗ്രഫിയാണ്. ഇപ്പോൾ കാലാപാനിയിലൊക്കെ ചെയ്തേക്കുന്നത് പ്രോപ്പർ അന്നത്തെ കാലത്ത് അങ്ങനെയാണ് കൂടുതൽ. പ്രാക്ടിക്കലി ചിലപ്പോൾ അവർ കുറേ റബ്ബറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് അത് കത്തിച്ച് തീയുടെയൊക്കെ ഷോട്ട് എടുക്കുമായിരിക്കും. അപ്പം ഇപ്പം ജെല്ലിക്കെട്ട് നോക്കുവാണെങ്കിൽ അത് ഭയങ്കര ഐക്കോണിക്കാണ്. അത് ചെളിയൊക്കെ വെച്ച്, ചെളിയും ചോരയൊക്കെ വെച്ച് വരച്ച പോലത്തെ ഒരു ടൈറ്റിലാണ്. അത് പ്രാക്ടിക്കലി ഹാൻഡ് മെയ്ഡാണ്. അങ്ങനത്തെ സാധനങ്ങൾ കുറേ നാൾ കഴിഞ്ഞ ആൾക്കാർ ഓർക്കും. ഇപ്പോൾ ചേച്ചി മധുര ഓർത്തൻ്റെ ഒറ്റ കാരണം അത് നമ്മൾ ഹാൻഡ് ഡ്രോൺ ആയിട്ട് അത് സ്റ്റിച്ച് ചെയ്തതിലാണ്. ഒരുപാട് മിക്ക ഡിസൈനേഴ്സും എനിക്ക് തോന്നുന്നു ഫോണ്ട് ചൂസ് ചെയ്യുന്നതിനേക്കാളും അവർ ഹാൻഡ് ഡ്രോൺ ആക്കും, കസ്റ്റമൈസ്ഡ് ആക്കും. അതായത് പടത്തിന്റെ ഇപ്പൊ ഒരു കമ്പനിക്ക് എങ്ങനെയാണ് ഒരു ലോഗോ, അതേപോലെയാണ് ഒരു പടത്തിന് ആ ലോഗോ വെച്ചാണല്ലോ നമ്മൾ ഓർക്കുന്നത്. സോ അതേപോലെ ആൾക്കാർ കസ്റ്റം മെയ്ഡ് ആയിട്ട് ആ പടത്തിനെ മനസ്സിലാക്കി ഹാൻഡ് ഡ്രോൺ ചെയ്യാം. ചില പടങ്ങൾക്ക് അങ്ങനെ ഹാൻഡ് ഡ്രോൺ ചെയ്യണമെന്നില്ല. ഇപ്പം നമ്മളിപ്പം ഹോളിവുഡ് ഫിലിംസ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഓപ്പൺഹൈമറിനും ഇൻസെപ്ഷനും അല്ലെങ്കിൽ ടെനറ്റിനും ഒക്കെ ഫോണ്ടുകളാണ്, അതുണ്ട്, നമുക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കിട്ടുന്ന ഫോണ്ടുകളാണ്. പക്ഷെ അവരതിനെ യൂസ് ചെയ്തേക്കുന്ന പാറ്റേണും കളർ പാലറ്റും സ്പേസിങ്ങിലൊക്കെ അത് ഡിഫറെൻ്റ് ആവുന്നുണ്ട്. ചിലപ്പോൾ ഒരേ ഫോണ്ട് 10 സിനിമയ്ക്ക് അവർ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ അത് ഒരു പ്രശ്നമായിട്ട് അവിടെ വരുന്നില്ല, അത് വർക്ക് ആവുന്നുണ്ട്. അവർ കുറച്ചുകൂടെ വേറൊരു അപ്രോച്ചാണ് പോസ്റ്റർ ഡിസൈനിലും ബ്രാൻഡിങ്ങിലും എടുക്കുന്നത്. നമ്മൾ പക്ഷെ വേറൊരു സൈഡാണ് പിടിക്കുന്നത്. എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ഞാൻ.
പല ഇൻസ്പിറേഷൻസും എടുക്കുന്നുണ്ട്. അപ്പൊ ഈ മധുരത്തിന്റെ അത് പിന്നെ ഹാൻഡ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഫോണ്ടാണെന്ന് പറയുന്നത്. അത് നമ്മള് ഈ ഐഡിയ കിട്ടിയപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ എന്നാൽ ഒരു മറ്റേ ഹോസ്പിറ്റലിൽ നിന്ന് പുതപ്പുണ്ടല്ലോ ഒരു പച്ച കളർ പ്രത്യേകം അതിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്താലോ എന്നുള്ളൊരു തോട്ടുണ്ടായി. പക്ഷെ അത് പാളുമോന്ന് അറിയില്ല, നമ്മൾ ഇതുവരെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ സെന്റ് തെരേസാസിലുള്ള ഒരു കുട്ടിയുടെ ഹെൽപ്പ് എടുത്തിട്ട് അവർ ഈ എംബ്രോയിഡറി ചെയ്യും, പല ആൾക്കാരുടെ മുഖമൊക്കെ ചെയ്യാനൊക്കെ അറിയാം. സോ അതുപോലെ നമ്മളൊരു ഡിജിറ്റലി വരച്ച് കാണിച്ചു ഇങ്ങനെ ഒരു സാധനം വേണം, അത് നമ്മൾ വെച്ചൊക്കെ നോക്കി റഫ് വർക്കായി. എന്നിട്ട് ചെറിയൊരു കർച്ചീഫിൽ നമ്മൾ ആദ്യം മധുരം സ്റ്റിച്ച് ചെയ്ത് നോക്കിയപ്പം കുറെ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായി, എന്നാലും അത് വർക്ക് ആവുന്നുണ്ടായി. നമ്മൾ തീരുമാനിച്ചു എന്നാൽ ഒരു പുതപ്പി ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വലിയ പുതപ്പ് വാങ്ങിച്ച് അതിൽ സ്റ്റിച്ച് ചെയ്താണ് ആ ടൈറ്റിൽ ചെയ്തേക്കണേ. അതും ഒരു ആശുപത്രി എന്ന് പറയുമ്പോഴത്തേക്കും മധുരമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു സംഗതി. ആശുപത്രിയിലെ പുതപ്പ് എന്ന് പറയുന്നതും സിനിമയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവം. അതൊരു കിടിലൻ ഐഡിയ തന്നെയായിരുന്നു അല്ലേ? പിന്നെ എനിക്ക് കുറച്ച് ഫോണിനെ കുറിച്ചല്ല കുറച്ച് സിനിമകളെ കുറിച്ച് ചോദിക്കാനുണ്ട്. പിന്നെ എസ്തറ്റിക് കുഞ്ഞമ്മയും മമ്മൂക്കയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇല്ല, ഞാൻ മമ്മൂക്കയുടെ 2-3 പടം ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയതേ ഉള്ളൂ, അല്ലാതെ ഒരു ഭയങ്കര സന്തോഷം. നമ്മുടെ പേജിൽ നോക്കുമ്പോ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും മമ്മൂക്കയുടെ ഒരു അതിപ്രസരം എന്റെ ശ്രദ്ധയിൽ പെട്ടു. ഇല്ലില്ല, അത് നല്ല കാര്യമാണെന്ന് വിചാരിക്കുന്നു ഞാനത്. അതെ, നമുക്കിങ്ങനെ മമ്മൂക്കയുടെ ഒരു നല്ല അടിപൊളി കുറച്ച് സിനിമകൾ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. അതാണ് പേജിൽ കിടക്കുന്നത്. മമ്മൂക്കയുടെ പടം കിട്ടുമ്പോൾ തന്നെ നമ്മൾ എക്സൈറ്റഡ് ആവും. നമ്മൾ മാക്സിമം പരിപാടികൾ പുതിയ സാധനങ്ങളൊക്കെ ചെയ്യാൻ നോക്കും. നമുക്ക് അത്രയും ഫ്രീഡം തരുന്നൊരു ആളാണ്. എക്സ്പെരിമെന്റ് ചെയ്തു എന്തെങ്കിലും ചെയ്തോ പുതുമ ഉണ്ടാവണം എന്നുള്ളൊരു സാധനമാണ് പറയുന്നത്. അപ്പം നമ്മളങ്ങ് കൈവിട്ട എക്സ്പെരിമെന്റ്സ് പിടിക്കും അതില്. അതാണ് ഉള്ളൊരു. അങ്ങനെ പിന്നെ നമ്മളൊരു സംഭവം ചെയ്ത് കൊടുത്തിട്ട് അദ്ദേഹത്തിന് ഇഷ്ടമായിട്ടില്ല, സാറ്റിസ്ഫൈ ആകാഞ്ഞിട്ട് മാറ്റി ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഓ പിന്നെ, ഞാൻ ഡൊമിനിക് എൻ്റെ ലേഡീസ് പേഴ്സൺ പടം ചെയ്യുന്ന സമയത്ത് കുറെ ഓപ്ഷൻസ് ആയിരിക്കും, ഒന്നും ശരിയാവുന്നില്ല. ജീവൻ സാറിനൊന്നും ഇഷ്ടപ്പെടുന്നില്ല, ചില സാധനം ജോർജ് ചേട്ടനെ കണ്ടിട്ട് ഒന്നും വർക്കായി കറക്റ്റ് പടത്തിന്റെ പരിപാടി വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം എന്നെ നമുക്ക് വിളിച്ച് ഇരിക്കണേ, ഒന്നും നന്നായിട്ട് ചെയ്യടാ, വേറെ സാധനം ചെയ്യടാ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഐഡിയ ഒന്നും കിട്ടുന്നില്ല, പിന്നെ വേറെ കിട്ടും, ആലോചിക്കും ഇങ്ങനെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള പരിപാടി, സ്ഥിരം സാധനം കൊണ്ട് വരണ്ട എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാനൊന്ന് ആലോചിച്ചിട്ട് പിടിക്കാം എന്ന് പറഞ്ഞ് അപ്പോഴാണ് നമ്മൾ എന്നിട്ട് അങ്ങനെ ഒരു നോട്ടീസൊക്കെ പ്രിന്റ് ചെയ്ത് ഒട്ടിച്ച് മതിലൊക്കെ ഒട്ടിച്ച് കുറെ ചെളിയൊക്കെ തെച്ച് അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചപ്പോൾ ഭയങ്കര ഹാപ്പി പിടിച്ചു. പിന്നെ അങ്ങോട്ട് നമ്മൾ അങ്ങനത്തെ എക്സ്പെരിമെന്റ് ചെയ്യാൻ തുടങ്ങി. നമുക്കൊരു ലൈസൻസ് തന്നു എക്സ്പെരിമെന്റ്, അത് പിടിക്കാന്നുള്ള. അപ്പോൾ ഈ പിന്നെ ഡൊമിനിക്കിന്റെ ആ ഒരു ഡൊമിനിക്കിനെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഫോട്ടോ, അത് ഒരു പോസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഫോട്ടോസ് നമ്മുടെ പോസ്റ്റർ ഡിസൈനിങ്ങിന് വേണ്ടി എടുക്കുന്നതാണോ അതോ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് തരുന്നതാണോ? ആ സ്പെസിഫിക് ഫോട്ടോ നമ്മൾ സെറ്റിൽ പോയി നമ്മൾ സ്കെച്ച് ചെയ്ത് പ്ലാൻ ഔട്ട് ചെയ്ത് അത് ഡയറക്ടറായിട്ടും എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അപ്രൂവ് ചെയ്തിട്ട് സെറ്റിൽ പോയി നമുക്ക് തന്നെ നിർത്തി ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് എടുക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നത്. ബ്രഹ്മയുഗത്തിനും അതേപോലെ ആയിരുന്നു അതിൻ്റെ ഫസ്റ്റ് ലുക്കും. സോ മോസ്റ്റ് ഓഫ് ദ ടൈം അങ്ങനെ വരും. ചില ഫോട്ടോസ് നമുക്ക് സെറ്റ് ചെയ്യുന്ന വൻ ഉഗ്രൻ മൊമെന്റ്സ് കിട്ടിയാൽ അത് തന്നെ എടുത്ത് നമുക്ക് പോസ്റ്റർ ആക്കാം. ആ ഫോട്ടോ നമ്മൾ എടുത്താൽ ബ്രഹ്മയുഗത്തിന്റെ പോസ്റ്ററും ഇതേപോലെ ആളുകളുടെ ഉള്ളിലേക്ക് അങ്ങ് കയറിയ ഒരു പോസ്റ്ററാണ്. മമ്മൂക്കയുടെ വേറൊരു ലുക്ക് അതിൽ വരുന്ന പോസ്റ്റർ. പിന്നെ കംപ്ലീറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു പടം എന്നുള്ള ഒരു സ്പെഷ്യാലിറ്റി. അതൊക്കെ കൊണ്ട് ബ്രഹ്മയുഗം പലർക്കും സ്പെഷ്യലാണ്. അരുണിനെ സംബന്ധിച്ച് എക്സ്ട്രാ സ്പെഷ്യലാണ്. അതേക്കുറിച്ചൊന്ന് പറയുമോ? എങ്ങനെയായിരുന്നു ആ വർക്ക് വന്നതും അതുപോലെ ആ ഐഡിയ പിച്ച് ചെയ്തതും? ഭൂതകാലത്തിന്റെ ഡയറക്ടർ നമ്മൾ ഭൂതകാലം വർക്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മളെ അടുത്ത പടത്തിൽ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് അടുത്ത പടത്തിലേക്ക് അപ്രോച്ച് ചെയ്യും. ഒരുപാട് മുന്നേ തന്നെ അതിന്റെ കോൺസെപ്റ്റ് ഒക്കെ പറഞ്ഞ് നമ്മൾ വളരെയധികം പ്രിപ്പറേഷൻ ഒക്കെ ചെയ്താണ് അതിലേക്ക് വന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഫോട്ടോഷൂട്ട് ചെയ്യണം, മീഡിയം ഫോമാറ്റിൽ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ ആദ്യമായിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്, ആ ക്യാമറ യൂസ് ചെയ്യുന്നതൊക്കെ. സെറ്റിൽ പോയി ഒരു സൈഡിൽ നമ്മൾ അതിനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്ത് നമുക്ക് ഫ്രീ ആയ ഒരു ടൈമിലാണ് അത് ഷൂട്ട് ചെയ്യുന്നത്. ഭയങ്കര ഒരു രസമുള്ള എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ആക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നതും ഫോട്ടോഷൂട്ടിനാണെങ്കിലും നമുക്ക് തരുന്ന ഇൻപുട്ട് ഭയങ്കര ഡിഫറെൻ്റാണ്. നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ അല്ല, സ്പോണ്ടേനിയസ്ലി നമുക്ക് ഭയങ്കര സാധനങ്ങൾ ഇടും. അത് കണ്ട് അതിലെ ബെസ്റ്റ് സാധനം ചൂസ് ചെയ്യുക, ഇറക്കുക എന്നുള്ളതായിരുന്നു നമ്മളെ ഡ്യൂട്ടി. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ കിട്ടി. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റി. പിന്നെ ഡിസൈനേഴ്സിൻ്റെ കാര്യം പറയുമ്പോഴും എഡിറ്റേഴ്സിൻ്റെ കാര്യം പറയുമ്പോഴും നമ്മളിപ്പോൾ ഒരു ക്ലൈൻ്റ് ഞാനിപ്പോൾ ഒരു ക്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഓഗസ്റ്റ് 15 ഒരു പരിപാടി നടക്കുകയാണ്, സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചൊരു പരിപാടിയാണ്. അപ്പോൾ അതിനൊരു പോസ്റ്റർ ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സമീപിക്കുകയാണ്. അപ്പോൾ
ഡേറ്റ് ഓഗസ്റ്റ് 11 എന്ന് എഴുതിയിരിക്കുന്നു, നമ്മൾ തന്നെ എഴുതിയിരിക്കുന്നു. നമ്മൾ തന്ന കോണ്ടന്റിൽ അങ്ങനെയാണ്. നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ അതേ ഡേറ്റ് വെച്ച് തന്നെ നമുക്ക് തിരിച്ച് ഡിസൈൻ ചെയ്ത് തരുമോ, അതോ നിങ്ങളൊന്ന് ചോദിക്കോ? എന്താണ് അതിൻ്റെ ഒരു ഇത്? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഡിസൈനേഴ്സും എഡിറ്റേഴ്സും നമ്മൾ കൊടുക്കുന്ന എന്താണോ കോണ്ടന്റ്, ഡേറ്റ് ഇപ്പോൾ ഇതാണ് കൊടുത്തിട്ടുള്ളെങ്കിൽ നിങ്ങൾ തന്നത് അതാണ്, അതുകൊണ്ട് നമ്മളത് വെച്ചു എന്നേ പറയുള്ളൂ. ചിലപ്പോൾ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഉണ്ടാവും, പക്ഷെ എന്നാലും ഡേറ്റ് വന്നിട്ട് ഓഗസ്റ്റ് 11 ആയിരിക്കും. എനിക്കങ്ങനെ കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതേക്കുറിച്ചൊന്നും പറയും. അയ്യോ, അത് അങ്ങനെ ഒരു മിസ്റ്റേക്ക് ആയിട്ട് ചിലപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും, ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ, മാറ്റണോ? അപ്പൊ അവര് അപ്പൊ ഇത് റിയലൈസ് ചെയ്താൽ തീർന്നു. അയ്യോ എടാ മാറിപ്പോയി, മാറ്റിക്കോ, 15 ആക്കിക്കോ എന്ന് പറയാം. ചില സമയത്ത് അവർക്കൊരു പെർപ്പസ് ഉണ്ടാവും, അല്ലാണ്ട് അവരത് മാറില്ല. ഒരു കണ്ടന്റ് നമുക്ക് അയക്കുമ്പോൾ അത് 10 പേരെടുത്ത് ചെക്ക് ചെയ്തിട്ടായിരിക്കും അവർ നമുക്ക് അയക്കാം. ചിലപ്പോൾ 13 വെക്കുന്നതിന് ചിലപ്പോൾ വേറെ എന്തെങ്കിലും പെർപ്പസ് ഉണ്ടെങ്കിൽ വി ഹാവ് ടു സ്റ്റിക്ക് ടു ദാറ്റ്. നമ്മൾ അവർ പറയുന്ന സാധനം കേൾക്കുക. എഡിറ്ററും ഡിസൈനറും പ്രൂഫ് റീഡ് ചെയ്യേണ്ടെന്നുള്ളതാ? അങ്ങനെ ഒരിക്കലും ഇല്ല. നമ്മൾ പ്രൂഫ് റീഡ് ചെയ്യണം. ഭയങ്കര ചിലപ്പോൾ നമ്മുടെ സൈഡിൽ നിന്ന് മിസ്റ്റേക്ക് വരും, നമ്മൾ ഇറക്കുന്നതിന് മുന്നേ റീഡ് ചെയ്യണം. അവർ തരുന്ന കണ്ടന്റിലും മിസ്റ്റേക്ക് ഉണ്ടാവും. നമ്മൾ അലേർട്ടായിരിക്കണം. എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ ആൾക്കാർ എഡിറ്ററേയും ചീത്ത പറയും, പടത്തിന്റെ ആൾക്കാരെയും ചീത്ത പറയും, അല്ലെങ്കിൽ ബ്രാൻഡിനെയും ചീത്ത പറയും. നമ്മൾ മിസ്റ്റേക്ക് ഉണ്ടാക്കാതിരിക്കാൻ നോക്കുക, കൈവിട്ട് പോകാതിരിക്കാൻ നോക്കുക. റിവിഷൻസ് ഒത്തിരി ചെയ്യേണ്ടി വരില്ലേ അല്ലേ ഈ ഒരു സംഭവം? നമ്മളിപ്പോ അവിടെ ഓഫീസിൽ വന്നപ്പോഴത്തേക്കും ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ടു, JPEG ഡോട്ട് ശരിക്കും ഫൈനൽ എന്നുള്ളത്. ഇത് ഒരുപാട് ഫൈനൽ ഫോൾഡേഴ്സ് ഉണ്ടാവില്ലേ? ശരിക്കും ഫൈനൽ എന്നുള്ള ഒരു കാര്യം ഉണ്ടാവും അല്ലേ? ഈ റിവിഷൻസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു മടുപ്പ് ഫീൽ ചെയ്യും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അത് അവർ സെൻസിബിൾ ആയിട്ടുള്ള റിവിഷൻ ആണെങ്കിൽ നമ്മളത് ചെയ്യണം. അത് ബെറ്റർ ആക്കാനാണ് അത് ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ മതി. നമ്മളാണെങ്കിൽ ഇപ്പോൾ ഒരു ഡിസൈൻ ഫൈനൽ എടുത്തിട്ട് കുറേ കയ്യിൽ നോക്കിയിരിക്കും, പുറത്തൊക്കെ പോയിട്ട് തിരിച്ചുകൊണ്ട് നോക്കും, ഇത് എന്തെങ്കിലും കൊള്ളാവോ എന്നൊക്കെ ചോദിച്ചാൽ എല്ലാവരും ചോദിക്കും, ഇല്ലടാ കളർ മാറ്റിയാൽ ബെറ്റർ, അല്ലെങ്കിൽ ആ ഫോണ്ട് വലുതാക്കാം എന്നൊക്കെ പറയുന്നിടത്ത് എന്നാ അത് റിവൈസ് ചെയ്യാന്നുള്ളതാണല്ലോ ബെറ്റർ ആക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇത് മതി ഇറക്കാം എന്ന് പറയുകയാണെങ്കിൽ അത് ബെറ്റർ ആവുന്നില്ല. ഇപ്പൊ ഒരു ക്ലയന്റും പറയാണ് ഇത് കുറച്ചുകൂടെ ബെറ്റർ ആക്കിയാലോ, എൻഹാൻസ് ചെയ്താലോ എന്ന് പറഞ്ഞാൽ അത് ബെറ്റർ ആവുകയാണല്ലോ. ഞാനപ്പം ഇല്ലില്ല റിവിഷൻ ചെയ്യാൻ മടിയാ എന്ന് പറഞ്ഞാല് അവിടെ തീർന്നത്. സോ റിവിഷൻസ് ചെയ്യാം, എത്ര വേണേലും ചെയ്യാൻ റെഡിയാണ്. ഒരു പരിധി കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ബോറടിക്കും, എന്നാലും വരാറുണ്ട്, റിവിഷൻ വരും. അങ്ങനെ അതാ ഞാൻ ചോദിച്ചു വരുന്നത്. ഇപ്പൊ ചിലത് നമ്മള് ടു ദി പോയിന്റ് നമുക്കത് ഓക്കെ ആയിരിക്കും, പക്ക പെർഫെക്റ്റ് സാധനം, നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട് ചെയ്തൊരു സംഭവമായിരിക്കും. ഇതിലിനി ഒന്നും പറയാനില്ല, വേറെ ആർക്കും ഒന്നും പറയാനില്ല. പക്ഷെ നമ്മൾ അയച്ചു കൊടുക്കുമ്പോഴത്തേക്കും ക്ലയന്റിന് എന്തെങ്കിലും ഒരു കാര്യം അതിനകത്ത് പറയാനുണ്ടാവും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഉറപ്പായിട്ടും. അത് ഞാൻ വിശ്വസിക്കുന്നത് നമ്മളെക്കാൾ നന്നായിട്ട് ആ പരിപാടി അറിയാവുന്ന ആൾക്കാരെ അവര്, ആ ബ്രാൻഡ് അല്ലെങ്കിൽ ഈ സിനിമ, ആ കഥ എഴുതിയ ആളായിരിക്കും അത്. ആ കഥയുടെ ഓണറും അതിന്റെ വിഷനും ഒക്കെ പുള്ളിയുടെ കയ്യിലാണ്, അതിന്റെ സെറ്റിംഗ് അറിയാം. ഞാൻ ചിലപ്പോൾ ഇതിന്റെ ഒരു സിനോപ്സിസ് കേട്ടിട്ടോ അല്ലെങ്കിൽ ഒരു തോട്ട് കേട്ടിട്ടോ ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചെന്ന് പോലും വെച്ചോ, ഞാൻ കൊടുക്കുന്ന ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു ഐഡിയ 100% അവരുടെ ഒരു തലയിൽ വന്നൊരു സാധനമായിട്ട് മാറണമെന്നില്ല. ഡിസൈൻ വൈസ് ഞാൻ ഏറ്റവും സെൻസിബിൾ ആയിട്ടൊരു സ്ഥലത്ത് നിർത്തിയിട്ട് ചിലപ്പോൾ ചേട്ടാ ഇതാണ് എൻ്റെ ഫൈൻ, ഇതാണ് അടിപൊളി എന്ന് ഞാൻ പറഞ്ഞ് സെല്ലിയുമായിരിക്കും. പക്ഷെ അവർ പറയാം അല്ലടാ എനിക്ക് ഇങ്ങനെ വേണ്ട, എന്നാലേ എനിക്ക് പടമായിട്ട് അത് മാച്ച് ആവുള്ളൂ എന്ന് പറഞ്ഞാൽ ഐ ഹാവ് ടു റെസ്പെക്ട് ദാറ്റ്. ബിക്കോസ് അവർക്കറിയാം പടം എന്നെക്കാൾ നന്നായിട്ട്. ഞാൻ പക്ഷെ പറയാം ഇല്ലില്ല ഇതാണ് സാധനം എന്ന് പറഞ്ഞാൽ അതൊരു കാര്യമില്ലല്ലോ, അത് സെൻസ്ലെസ് ആണല്ലോ. സോ ഒരു 2 വേ സാധനമാണ്. നമ്മളവിടെ ഓഫീസിൽ വന്നപ്പോഴേ ചുമരിൽ 3 ചിത്രങ്ങൾ കണ്ടു. ഒരുപാട് ചിത്രങ്ങളുണ്ട്, ഇമേജസ് നമ്മൾ ചെയ്ത വർക്കിൻ്റെയും അങ്ങനെ കുറേ ഉണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് സ്പേസ് ആണ് കേട്ടോ. നമുക്ക് അവിടുന്ന് ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ ഇരിക്കണം. ഈ പറഞ്ഞ പോലെ തന്നെ ആർക്കും ഉറക്കം വരാത്തൊരു നല്ലൊരു സ്പേസ് തന്നെ അരുൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പോരാൻ തോന്നാത്ത എന്തോ ഒരു സംഭവം നമ്മളവിടെ പിടിച്ചു നിർത്തുന്ന പോലെയൊക്കെ ഉണ്ട്. അതിൽ 3 ചിത്രങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ, ഒന്ന് ഫിലോമിന ചേച്ചിയുടെ ഒരു പോർട്രേറ്റ്, അതിൻ്റെ താഴെ ശോഭന മാമിൻ്റെ ഒരു പോർട്രേറ്റ് ഉണ്ട്, അതിൻ്റെ മുകളിൽ സിൽക്ക് സ്മിതയുടെ ഒരു പോർട്രേറ്റ് വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവർ 3 പേരും? ഇവരാണ് എൻ്റെ ഹീറോസ്. എനിക്ക് ആസ് ആക്ടേഴ്സ് ഏറ്റവും ഇഷ്ടമുള്ള, ഞാൻ വാച്ച് ചെയ്തിരുന്ന ഏറ്റവും കിടിലൻ പെർഫോമൻസസ് പ്ലേ ചെയ്തിരുന്ന മലയാളം ആക്ടേഴ്സായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പം ഫിലോമിന മാമൊക്കെ മറ്റേ ഗോഡ് ഫാദറിൽ പ്ലേ ചെയ്ത പരിപാടിയും അല്ലെങ്കിൽ എല്ലാ ഫിലിംസിലാണെങ്കിലും ആ സമയത്ത് പ്ലേ ചെയ്തിരുന്ന എല്ലാവരെക്കാൾ വൻ പൊളി പൊളിച്ചിരുന്ന ആളായിട്ട് തോന്നിയിട്ടുണ്ട്. കോമിക്കലിയും പരിപാടികൾ പിടിച്ചിട്ടുണ്ട്, ഇമോഷണലും ചെയ്യുമായിരുന്നു. അതേപോലെ തന്നെ ശോഭന മാമും അടിപൊളി ഒരു ആക്ടറാണ്. ഞാനത് ഭയങ്കര ഗ്രേസ് ഉള്ള ഒരു ആക്ടറായിട്ടും തോന്നിയിട്ടുണ്ട് എനിക്ക്. ഇപ്പം സിൽക്ക് സ്മിത മാം
ശോഭന മാം, ഫിലോമിന മാം, ഇവർക്ക് 3 പേർക്കും ഭയങ്കര ഗ്രേസ് ഉണ്ട് അവർ ചെയ്യുന്ന പരിപാടികൾ. അതിപ്പം പെർഫോമൻസ് ആയിരിക്കും, ഡാൻസ് ആയിരിക്കും, ഒരു സീൻ ആക്ട് ചെയ്യുന്നതിലായിരിക്കാം. ആ ഗ്രേസ് അവർക്ക് പോയിട്ടില്ല. അവർ ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എനിക്ക് അത് അങ്ങനെ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള 3 ആൾക്കാരെ ഓഫീസിൽ വെച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ പണ്ട് ഒരുപാട് എഡിറ്റ്സ് ഇവരെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. മണിച്ചിത്രത്താഴിന്റെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഫിലോമിന മാം ആയിരുന്നു നമ്മുടെ പേജ് തുടങ്ങിയപ്പോൾ തൊട്ട് അതിന്റെ ഒരു ഐക്കൺ. ഇപ്പോഴും നമ്മുടെ ലോഗോ ഫിലോമിന മാമിനെ ഇൻസ്പയർ ചെയ്താ ചെയ്തേക്കുന്നത്. ഉറപ്പായിട്ടും ഫിലോമിന മാമിന്റെ ഒരു ഓറയാണ് നമ്മൾ പിടിക്കാൻ നോക്കിയിരിക്കുന്നത്. ഇപ്പം സിൽക്ക് സ്മിത മാമിനെ വെച്ചിട്ട് ഞാൻ മറ്റേ മാഗസിൻ കവർ പൾപ്പ് ഫിക്ഷന്റെ പരിപാടി ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ GTA മലബാറിലൊക്കെ ഒരു ആളായിട്ട്, ഒരു ക്യാരക്ടറായിട്ട് വെച്ചിട്ടുണ്ട്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തുകൊണ്ടൊക്കെയോ ഞാൻ ഒരുപാട് സിനിമയൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ ഇവര് 3 പേര് അങ്ങനെ ഒരു മറ്റുള്ളവരെ പോലെ ഒരു വൻ ഫാനൊന്നുമല്ല. എന്നാലും എനിക്ക് അവരുടെ ഗ്രേസ് ഭയങ്കര ഇഷ്ടമാണ്. അവര് ഓഫീസിൽ വെക്കേണ്ട ആൾക്കാരായിട്ട് തോന്നി. ഗ്രേസും ബ്യൂട്ടിയും മാത്രല്ല, ഒരു സ്വാഗ് ഇല്ലേ? നമ്മളിപ്പോ ഈ സ്വാഗ് എന്ന വാക്ക് വരുന്നതിന് മുന്നേ സ്വാഗ് ആയിട്ടുള്ള ലേഡീസ് ആണെന്ന് തോന്നുന്നു അല്ലെ? ഈ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ഇവരെയൊക്കെയാണ്, അതിനുശേഷമായിരിക്കും മറ്റുള്ളവരെന്ന് തോന്നുന്നു. എനിക്ക് അതറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ആക്ടേഴ്സ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. സോ ദേ ഹാവ് ടു ബി സെലിബ്രേറ്റഡ്. നമുക്ക് വാൾപേപ്പർ ആക്കാം, ഫോട്ടോ വയ്ക്കാം, എല്ലാം ചെയ്യാം. അങ്ങനെയാണ്. ഒരു ടീം ലീഡിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാ വർക്ക് സ്പേസിൽ? അത് ഓരോ ടീം അനുസരിച്ചിരിക്കും. എന്നാലും അരുണിന്റെ ഒരു വേ ഓഫ് വർക്ക്, വേ ഓഫ് ലൈഫ് ഒക്കെ വെച്ചിട്ട് എന്താണ് അരുണിന് തോന്നിയിട്ടുള്ളത്? നമ്മള് ഭയങ്കര ഫണ്ണായിട്ട് കാര്യങ്ങൾ എടുക്കുക. പ്രത്യേകിച്ച് ഒരു ക്രിയേറ്റീവ് ജോബ് ആണെങ്കിൽ നമ്മൾ ഭയങ്കര ഫ്രീലി പോയാലേ അവരും ഫ്രീലി വർക്ക് ചെയ്യത്തുള്ളൂ. നമ്മുടെ ടീംമേറ്റ്സ് ഒക്കെ ഭയങ്കര നല്ല ഐഡിയാസ് ഉള്ള ആൾക്കാരാണ്, ഭയങ്കര വിഷൻ ഉള്ളവരാണ്. നമ്മൾ പക്ഷെ ചിലപ്പോൾ വൻ പ്രഷറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ക്രാക്കും. അതിപ്പം എനിക്കാണെങ്കിൽ ഒരാൾ വൻ പ്രഷർ വന്നിട്ട് പെട്ടെന്ന് സാധനം എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ. എത്ര സമയം വേണേലും എടുത്ത് 5 മിനിറ്റ് എടുത്താൽ മതി എന്നൊക്കെ പറയുമല്ലോ. അപ്പം അങ്ങനത്തെ പരിപാടിയൊക്കെ വരുമ്പോഴത്തേക്കും അവരുടെ വിഷനിന്ന് അവർ മാറിപ്പോകും. അപ്പം അവരെ കംഫർട്ട് ആക്കുക, ടീംമേറ്റ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. നമ്മളും ആ ടീമിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മൾ ഒന്നിച്ച് മൂവ് ചെയ്യേണ്ട ആൾക്കാരാണ്. എല്ലാവരും ഒരു ഡയറക്ഷൻ, ഒരു വിഷനിൽ പോകേണ്ടവരാണ്. ഒരാൾക്ക് ഇപ്പോൾ ഒരു ക്രിയേറ്റീവ് ലാക്കിംഗ് വന്നാൽ വേറെ ആളെടുത്ത് അത് പഠിപ്പിച്ചു കൊടുക്കാൻ പറയാ, സ്കിൽ ഷെയർ നടത്തുക. അറ്റ് ദി എൻഡ് ഇറ്റ്സ് അബൌട്ട് ഹാവിങ് ഫൺ. നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് വർക്ക് സ്പേസുമായിട്ട് കണക്ഷൻ ഉണ്ട്. പിന്നെ നമ്മളൊരു ഭയങ്കര അടഞ്ഞൊരു പ്രദേശത്ത് ഇരുന്നാൽ നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഭയങ്കര ഓപ്പൺ സ്പേസ് വേണം. അത് സത്യമാണ്. നല്ല വ്യൂ വേണം, നല്ല നല്ല കാഴ്ചകൾ കണ്ടൊക്കെ ഇരുന്നാൽ നമുക്ക് ഇമാജിനേഷൻസ് വരും. അതേപോലെ ഒരു ബ്രീത്തിങ് സ്പേസ് വേണം, ഒരു മിനിമൽ ഒരു ഏരിയ വേണം. നമ്മൾ ക്രൗഡഡ് ആയിട്ടിരുന്ന ഐഡിയ ആലോചിക്കാം, തിങ്ങിത്തിരങ്ങി വരും, പക്ഷെ അതിനൊരു ബ്യൂട്ടി വരില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഡിസൈനിങ് ഒക്കെ മാറ്റിയിട്ട് ആക്ടിങ്ങിലേക്ക് വരാം. ആക്ടിങ് ബ്ലഡിലുള്ള ഒരു കാര്യമാണ്, പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കണം. ആ ഒരു ഫസ്റ്റ് തോട്ട്, ഫസ്റ്റ് മൊമെന്റ്, ഫസ്റ്റ് ആക്ട് അതെന്തായിരുന്നു? ഞാൻ എൻ്റെ ഫാദറാണ് എന്നെ കൊണ്ട് ചേർക്കുന്നത് ലോകധർമ്മിയുടെ ചിൽഡ്രൻസ് ഗ്രൂപ്പായിട്ടുള്ള മഴവില്ല് എന്ന് പറഞ്ഞൊരു ക്യാമ്പിൽ. ഒരു സൺഡേസ് ഉള്ള ഒരു പരിപാടി, പിന്നെ അത് 5 ദിവസം ഉള്ള എന്താ പറയുക സമ്മർ ക്യാമ്പായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഫ്രണ്ട്സ് ഉണ്ട്, അവിടെ കളിച്ചിരിച്ച് നടക്കാം, ഉച്ചയാകുമ്പോൾ ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പറയുന്ന ഫണ്ണുകൾ മാത്രം. പിന്നെ അവിടെ എല്ലാം പഠിപ്പിക്കും, കളരി പഠിപ്പിക്കും, യോഗ പഠിപ്പിക്കും, കഥകളി, അതിൻ്റെ കൂടെ നാടകമായിരുന്നു മെയിൻ. അതിലേറ്റവും ആക്റ്റീവ് പിള്ളേരെ നാടകങ്ങൾ എടുക്കുക, പിന്നീട് അത് ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടുപോകുക. അപ്പോൾ അതൊരു വലിയ പരിപാടിയായിരുന്നു. അത് നമുക്കറിയില്ല. ചെറുപ്പത്തിൽ ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസ്സിൽ പോകുമ്പം കൂട്ടുകാരായിട്ട് ചില്ല് ചെയ്യാനൊരു സ്ഥലം എന്നുള്ളതാണ്. എനിക്ക് ചെറുപ്പത്തിൽ ഭയങ്കര നാണമായിരുന്നു. അപ്പോൾ അത് മാറാനാണ് അച്ഛൻ കൊണ്ട് ചേർത്തത്. അപ്പം അങ്ങനെ ചേർത്ത് പിന്നെയാണ് ഈ പറയുന്ന ഫ്രണ്ട്സായിട്ട് കറങ്ങി നാടകങ്ങൾ ചെയ്തു നോക്കിയും. ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ഒരു എലിയായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. പൈറ്റ് പേപ്പറിന്റെ നാടകത്തിൽ എല്ലാവരും എലികളായിരുന്നു. അപ്പം അത് ചെയ്തു, ഒരുപാട് സ്ഥലത്ത് പോയി, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ വരെ പോയിട്ടുണ്ട്. അന്നൊന്നും അതിന്റെ വില അറിയില്ല, ചുമ്മാ ബസ്സിൽ കയറി ട്രിപ്പ് അടിക്കുക എന്നുള്ളൊരു സാധനം. പോയി സ്റ്റേജിൽ കയറുമ്പോൾ വൻ എനർജിയാണ്. കാരണം നമ്മൾ വി ആർ അറ്റ് അവർ ബെസ്റ്റ് എന്നുള്ളൊരു സാധനത്തിൽ നമ്മളങ്ങ് പ്ലേ ചെയ്യുമായിരുന്നു. നമ്മുടെ ടീം മൊത്തം അങ്ങനെയാണ്. പിന്നെ ഫുൾ എനർജി ഉള്ള വൻ പിള്ളേരായിരുന്നു. ഞാൻ ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു 10-9 വയസ്സൊക്കെ ഉള്ളപ്പോഴത്തേക്കും തൊട്ട് പോകുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ റെഗുലർലി പോകും. സ്കൂൾ കഴിഞ്ഞ് വന്ന് വൈകുന്നേരം അല്ലെങ്കിൽ സൺഡേസ് എപ്പോഴും ക്ലാസ്സിന് പോവുക, വീട്ടുകാരെ നിർബന്ധിച്ചിട്ടാണെങ്കിലും എന്നെ കൊണ്ടുവിടുക. അങ്ങനെ പറയുന്ന രീതിയിൽ നാടകം ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സാധനമായിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗത്തിൽ നിന്നാണ് പയ്യെ സിനിമയിലേക്ക് വരുന്നത്. ഷോർട്ട് ഫിലിം, ഞാൻ ആദ്യം ഒരു ഷോർട്ട് ഫിലിമാണ് ചെയ്യുന്നത്, ലൂഡ് ആന്റണി ജോസഫ് സാറിന്റെ.
അവിടെ നിന്നാണ് പിന്നെ അതിലൊരു മമ്മൂക്ക കണക്ഷൻ ഇല്ലേ? ഓ പിന്നെ മമ്മൂക്കയുടെ ബയോഗ്രഫിയാണ് പടം. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്കൂൾ ബസ് എന്ന് പറഞ്ഞിട്ടൊരു പടം റോഷൻ ആൻഡ്രൂ സാറിന്റെ, അങ്ങനെയാണ് അഭിനയിച്ച് നാടകത്തിൽ നിന്നാണ്. ഫസ്റ്റ് മൂവി ഏതായിരുന്നു? ഫസ്റ്റ് നമ്മൾ ആക്ട് ചെയ്തത്? ഇപ്പോ ഈ കാര്യം പറഞ്ഞു, എലിയായിട്ട് അഭിനയിച്ച കാര്യം പറഞ്ഞു. സ്കൂൾ ബസ് ആയിരുന്നു ആദ്യത്തെ ഫിലിം. റോഷൻ ആൻഡ്രൂ സാറിന്റെ സ്കൂൾ ബസ്സിലാണ് ആദ്യമായിട്ട് സിനിമ അഭിനയിക്കുന്നത്. ഫസ്റ്റ് ഒരു ആക്ട് എന്തായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? നമ്മൾ ഓൺ ക്യാമറ ചെയ്ത്? അയ്യോ, അതെന്തോ സ്റ്റാഫ് റൂമിൽ ടീച്ചർ പൊക്കിയിട്ട് നിൽക്കുന്ന എന്തോ സീനായിരുന്നു. അങ്ങനെ ഒരു പരിപാടി. പിന്നെ അതാണ് പടക്കളത്തിൽ വന്ന് നിൽക്കുന്നത്. പൂക്കാലം എന്ന സിനിമ എനിക്ക് വലിയ ഇഷ്ടമാണ്. നല്ല ഒരു സിനിമയായിരുന്നു അത്. പൂക്കാലത്തിൽ വിജയരാഘവൻ സാറിനൊപ്പം ഉള്ള ആക്ടിങ്, ഇങ്ങനെ ജീനിയസ് ആയിട്ടുള്ള ആളുകൾക്കൊപ്പം, ലെജൻസ് ആയിട്ടുള്ള ആളുകൾക്കൊപ്പം ആക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ലേൺ ചെയ്യും, അൺലേണും ചെയ്തിട്ടുണ്ടാവും അല്ലെ? അരുണിന് എന്തൊക്കെയാണ് ടേക്ക് അവേസ് ഉണ്ടായിരുന്നത് പൂക്കാലം എന്ന സിനിമ? പൂക്കാലം സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു ഫാമിലിയുടെ കൂടെ നിൽക്കുന്ന പോലെ തന്നെയായിരുന്നു ആ സെറ്റിൽ. പ്രത്യേകിച്ച് എൻ്റെ ഡയറക്ടർ, DOP എല്ലാവരും നമുക്ക് നല്ല പരിചയം, കൂട്ടായിരുന്നു. ഞാൻ നാടകം പഠിച്ചിരുന്ന സമയത്ത് അവിടെ ലൈക്ക് ഉണ്ടായിരുന്നൊരു ചേട്ടനാണ് ഗണേശ് ചേട്ടൻ. അപ്പം നാടകം പഠിച്ചിരുന്നപ്പോൾ തൊട്ട് ഞങ്ങളുടെ ടീച്ചറിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു ഗണേശ് ചേട്ടൻ. അപ്പോൾ തൊട്ട് ഭയങ്കര രസമുള്ളൊരു ബന്ധം ഉണ്ടായിരുന്നു. പിന്നെ പൂക്കാലത്തിലേക്ക് വരുമ്പം പ്രത്യേകിച്ച് ലെജൻഡറി ആക്ടേഴ്സായ വിജയരാഘവൻ സാറും ലീലാമ്മയൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഒരുപാട് കഥ പറച്ചിലായിരുന്നു ഫുള്ള്. ഇപ്പം വിജയരാഘവൻ സാറിന് ആരെങ്കിലും കിട്ടണം എന്നുള്ളതാണ് കഥ പറയാൻ വേണ്ടിയിട്ട്. വിജയരാഘവൻ സാർ, ഞാൻ പൂക്കാലത്തിന് സമയത്ത് കണ്ടൊരു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് സാധനം എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം സാർ ഒരു കരയുന്ന സീനാണ്. ഒരു ചെയറിലിരുന്ന് ഇങ്ങനെ ഇരുന്ന് കരയാൻ തുടങ്ങണം. അപ്പം സാർ ഇങ്ങനെ ക്യാമറമാൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ എവിടം വരെ ക്യാമറ വരും? ഇവിടം വരെ വരാം. ഓക്കെ, എത്ര സെക്കൻഡിൽ വരും? അപ്പോൾ ഒരു 3-4 സെക്കൻഡ് വരാം. ഓക്കെ, 3-ാമത്തെ സെക്കൻഡിൽ കണ്ണീര് വരും എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിങ്ങനെ ഓക്കെ എന്നാ നോക്കാലും പറഞ്ഞിങ്ങനെ നിൽക്കുക. അപ്പം ഒരു ലോങ് സീനാ, ഇങ്ങനെ വന്ന് ഇരുന്ന് ചെയറിലിരുന്ന് അപ്പത്തേക്കും ക്യാമറ എത്തി കറക്റ്റ് ഇവിടുന്ന് ഒരു തുള്ളി ഇങ്ങനെ വന്ന് നമ്മൾ ഞെട്ടി. എന്ന് വെച്ചാൽ മോണിറ്ററിന്റെ നമ്മൾ ഞെട്ടി. അപ്പം തന്നെ നോർമലായിട്ട് വന്ന് എടുത്ത് അവിടെ ഇരുന്ന് അപ്പൊ ഞാൻ അടുത്ത് പോയിട്ട് സാർ അത് എങ്ങനെയാ ചെയ്തത് എന്ന് ചോദിച്ചു. ഇപ്പൊ എനിക്കൊരു മെക്കാനിസം കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാൻ. അത് എന്റെ കണ്ണിന്റെ അകത്തൊരു സിസ്റ്റം ഉണ്ട്, എനിക്കത് വെച്ച് ട്രിഗർ ചെയ്താൽ വരും എന്നൊക്കെ. ആണോ? അത് എക്സ്പീരിയൻസ് വരുന്നതാ, എനിക്കിപ്പോ അങ്ങനെ പല സാധനം പിടിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് സാർ അങ്ങനെ സാറിന് കുറെ ഇൻട്രസ്റ്റിംഗ് കഥകളുണ്ട്. ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ്. സാറിന്റെ ഫാദറിന്റെ കഥകളും നാടകം ചെയ്തിരുന്ന സാധനം എങ്ങനെ സിനിമയിലേക്ക് എത്തി. സിനിമയിൽ തന്നെ ഓരോ സെറ്റിലും ഒരു 10-100 കഥ വെച്ചിട്ടുണ്ട്. ഇത് പറയാൻ ആരും കിട്ടാതെ പുള്ളി വെയിറ്റ് ചെയ്യുമായിരിക്കും. അപ്പൊ എല്ലാ സെറ്റിലും ഇങ്ങനെ പറയും. ഞാനായിരുന്നു ഇവിടെ ഡെയിലി കഥ പറച്ചിൽ സെഷൻ. ഞാനിങ്ങനെ ഡൗട്ടുകൾ ചോദിച്ച് കഥ പറഞ്ഞിങ്ങനെ ഇരിക്കും. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കഥ കേട്ടിരിക്കാൻ. നല്ലൊരു ലിസണർ ആണോ അതോ ടോക്കറ്റീവ് ആണോ അരുൺ? ഞാൻ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആള് കഥ പറയുമ്പോൾ എനിക്ക് തിരിച്ചു പറയൊന്നും ഇല്ലല്ലോ, കേട്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. ഞാൻ കഥ പറയുകയും ചെയ്യും. പിന്നെ ഇപ്പോൾ പൂക്കാലം എൻ്റെ ഒരു ഫേവറേറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളത് പടക്കളം എന്ന ഒരു മൂവിയാണ്. പിന്നെ അത് വളരെ ഈസി ആയിട്ട് സറ്റിലായിട്ടും പുൾ ഓഫ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് അരുണിന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുമ്പോൾ. നകുൽ എന്നല്ലേ, നകുലൻ ഒരു ക്യാരക്ടറിന്റെ പേര്. പടക്കളം മൂവിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ആ മൂവി കൊണ്ടു തന്ന സന്തോഷങ്ങൾ എന്തൊക്കെയാ? പടക്കളം ഈ പറയുന്ന പോലെ എനിക്കൊരു ത്രൂ ഔട്ട്, ഞാൻ ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് വരെ ഉള്ളൊരു ആദ്യത്തെ സിനിമയാണ് പടക്കളം. എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിരുന്നു. നമ്മൾ 4 പിള്ളേര് ഭയങ്കര രസമുള്ള, എനിക്ക് തിരിച്ച് കോളേജിൽ പോയി നിൽക്കുന്ന പോലെ. ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും 50 ദിവസം കോളേജിൽ പോകുന്നത് തുടർച്ചയായിട്ട്. അവിടെ തന്നെ ഒരു ഹോസ്റ്റൽ പോലെ നമ്മൾ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഫുള്ള് ടെക്നിക്കൽ ക്രൂവിൻ്റെ ഒപ്പം ഒക്കെ നിന്നാണ് അത് ചെയ്തത്. ഭയങ്കര രസമായിരുന്നു. മൊത്തം ഇംപ്രവൈസ് ചെയ്യാം. അന്നന്ന് കഥ നമ്മൾ നോക്കി ഇഷ്ടമുള്ള രീതിക്ക് അതിനെ ഇഷ്ടമുള്ള പോലെ നമുക്ക് പ്ലേ ചെയ്യാം. ഭയങ്കര ഫണ്ണായിരുന്നു. നമ്മൾ ഏറ്റവും എൻജോയ് ചെയ്ത ഒരു പരിപാടിയായിട്ടാണ് തോന്നുന്നത്. നമ്മുടെ കോ ആക്ടേഴ്സ് അവരെല്ലാരും ഉണ്ടല്ലോ, ഇപ്പോൾ സഫ്വാൻ, അതേപോലെ സന്ദീപ്, അവരൊക്കെ ആയിട്ട് നേരത്തെ കണക്ഷൻ ഉണ്ടോ അതോ പടക്കളത്തിന് ശേഷം? അവരൊക്കെ ഞാൻ ഇന്റർനെറ്റിൽ കാണുന്നുണ്ട്. വൻ കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരാണ്. സന്ദീപിനെ ഒക്കെ അവന്റെ ഫിലിംസ് ഫോളോ ചെയ്യുന്ന. ഇവരൊക്കെ ആയിട്ട് വർക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്നാലും അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടില്ല. അവിടെ വന്ന് അന്നന്ന് രാത്രി നമ്മൾ ഭക്ഷണം കഴിക്കാനൊക്കെ ഇരിക്കുമ്പോഴാണ് പരിചയപ്പെട്ട് വരുന്നതും. പിന്നെ നമ്മുടെ റൂമൊക്കെ തൊട്ടടുത്താ. എല്ലാ ദിവസവും രാത്രി ഒരാളുടെ റൂമിൽ വന്നിരുന്ന് ഫുൾ കഥ പറച്ചിലും പാട്ടുപാടലും ഒക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ സിങ്കായി ഒരു 2-3 ദിവസം നമ്മൾ ഭയങ്കര ഫ്രണ്ട്സായി. ആ ഒരു കെമിസ്ട്രിയാണ് പടത്തിൽ നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്, വർക്ക്ഔട്ട് ആയിട്ടുള്ളത്. നമ്മൾ ചിരിക്കാൻ കുറേ തന്നിട്ടുള്ള, അല്ലെങ്കിൽ ത്രൂ ഔട്ട് ഒരു അങ്ങനെ ഇൻ ആൻഡ് ഔട്ട് നമ്മൾ ചിരിച്ചൊരു പടമായിരുന്നു പടക്കളം എന്ന സിനിമ. ഞാൻ ഈ സിനിമ കാണുന്ന സമയത്ത് എനിക്ക് ഈ സിനിമയുടെ പേര് തന്നെ അറിയില്ലായിരുന്നു. അറിയാതെ ഇന്നൊരു സിനിമയുണ്ട് നമുക്ക് പോയാലോ എന്നിപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ചോദിച്ചപ്പോൾ പോയി കളയാം എന്ന് പറഞ്ഞിട്ട്
അവിടെ പോയി ഇരുന്ന് ഫസ്റ്റ് കുറച്ച് മിസ്സായി, പക്ഷെ എന്നാലും അതിന് വല്ലാത്തൊരു സങ്കടം നമുക്ക് തോന്നി. അയ്യോ ആദ്യം കണ്ടില്ല, ഇനിയിപ്പോൾ OTT വരുമ്പോൾ കാണണം എന്ന് വിചാരിച്ചു. പിന്നെ ഒന്നുകൂടെ പോകണോ എന്ന് വരെ നമ്മൾ ചിന്തിച്ചു. കാരണം അത്രയും ഒരു എൻജോയ്മെൻ്റ് ആണ് നമുക്ക് സിനിമ തന്നത്. സിനിമ ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമായിരിക്കണോ, എന്തെങ്കിലും മെസ്സേജ് കൺവേ ചെയ്യണ ഒരു സിനിമയാവണോ, അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? ഇല്ല, അങ്ങനെ നിർബന്ധമില്ല. ഓരോ സിനിമകൾക്കും അതിൻ്റെതായ ഒരു മീറ്റർ ഉണ്ടാവും. അത് ചില സിനിമകൾ എന്റർടൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനമാണ്. ചില സിനിമ ഇപ്പം നമ്മൾ പറയുന്ന ഒരു ആർട്ടാണ് അറ്റ് ദി എൻഡ്, ഒരു ക്രിയേഷൻ ആണ്. ഇപ്പം നമ്മളൊരു പോസ്റ്റർ ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു പടം വരയ്ക്കുവാണെങ്കിലൊക്കെ അതിലൊരു കഥ പറയാനുണ്ടാവും. അതൊരു കഥ പറച്ചിലാണ്. ഇഫ് യു ഹാവ് എ സ്റ്റോറി, ഇഫ് യു വാണ്ട് ടു ടെൽ ദാറ്റ് സ്റ്റോറി, അതിലൂടെ നമുക്ക് പറയാം. അതിൻ്റെ ഭയങ്കര സെൻസിബിളും സോഷ്യലി റെലവെന്റ് ആയിട്ടൊരു മെസ്സേജ് വേണമെന്ന് നിർബന്ധമില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ എല്ലാത്തിലും അതിൻ്റെതായ പൊളിറ്റിക്സ് ഉണ്ടാവും. ഇപ്പം എന്ത് കോമഡി എന്റർടൈനർ ആണെങ്കിലും അതിന് അതിൻ്റെതായ ഒരു പൊളിറ്റിക്കൽ ആസ്പെക്ട് ഉണ്ടാവും. ഇപ്പം ചിലപ്പം മനുചേട്ടൻ പറയാൻ ഉദ്ദേശിച്ച ഒരുപാട് കാര്യങ്ങൾ ആ പടത്തിലുണ്ട്. അത് പറഞ്ഞിട്ടുണ്ടാവും. അത് ചേച്ചിക്ക് ചിലപ്പം സബ് കോൺഷ്യസ് ലെവലിൽ കിട്ടിയിട്ടുണ്ടാവും. ഇപ്പം അതിൽ ലാസ്റ്റ് തന്നെ സുരാജേട്ടൻ്റെ ഒരു മാരീഡ് ലൈഫിനെ കുറിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം ജിതിൻ എന്ന ക്യാരക്ടറിന്റെ ഗ്രോത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ അതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു മെസ്സേജ് പോലെ തന്നെയല്ലേ. അപ്പം എന്റർടൈനറാണ്. ആ എന്റർടൈൻമെന്റിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു കഥയാണ്. സോ ഞാൻ വിശ്വസിക്കുന്നത് അതിലാണ്. പടക്കളം എന്ന് പറയുമ്പോൾ തന്നെ എനിക്കിങ്ങനെ ഓർത്തിച്ചിരിക്കാൻ കുറേ നല്ല മൊമെന്റ്സ് തന്ന സിനിമയാണ്. പിന്നെ പ്രത്യേകിച്ച് മനസ്സിലേക്ക് വരുന്ന ആ ഒരു ടീഷർട്ടിൻ്റെ ഒരു സീൻ ഉണ്ടല്ലോ, അത് മനസ്സിലേക്ക് വരുന്നുണ്ട്. പിന്നെ സുരാജേട്ടൻ്റെ ആ ഒരു പിന്നെ ഒരു സീനുണ്ട്, ഒരു പാൽക്കാരനായിട്ടുള്ളൊരു സംഭാഷണം ഇടിക്കുന്നത്. പിന്നെ അതേപോലെ അരുണിൻ്റെ സീൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിലിപ്പോൾ ആരാണ് ജിതിൻ എന്ന് ചോദിക്കുന്ന ആ ഒരു സീന്, അതൊക്കെ ഇങ്ങനെ മനസ്സിലിരിക്കുകയാണ്. അരുൺ കണ്ടിട്ട് സ്ക്രിപ്റ്റ് വായിച്ച സമയത്തും പിന്നെ അത് ചെയ്യുമ്പോഴും അതിന് ശേഷവും പിടിവിടാതെ പിന്തുടരുന്ന അതിനകത്തൊരു ഹ്യൂമർ ഏതാ? എനിക്ക് സുരാജേട്ടന്റെ ഫുൾ പരിപാടി ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് മറ്റേ വന്ന് സ്പ്രേ അടിച്ചിട്ട് മാല ഒട്ടിച്ചോണ്ട് പോകുന്ന കൂടെ അത്ര വശമുണ്ടല്ലോ, അത് എനിക്ക് ഭയങ്കര, ഞാൻ എപ്പോ കണ്ടാലും ഭയങ്കര ചിരിക്കുന്നത്. പിന്നെ AP ഓടിച്ചെന്നൊരു പെട്ടിയിൽ ഇടിച്ചു മറിഞ്ഞു വീണിട്ട് സാർ ദാണ്ട് ഇവിടെ ഇതൊക്കെ പറയുന്ന ഒരു സാധനമൊക്കെ ഉണ്ട്. APയുടെ മൊത്തം പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സുരാജേട്ടൻ, ഷറഫിക്ക അടിപൊളി. എല്ലാ സീനും എനിക്ക് ഓർമ്മയുണ്ട്. APയുടെ കുറെ സാധനങ്ങൾ ഞാൻ പിടിച്ചിരിക്കുന്ന സാധനം തന്നെ. എന്ത് രസമായിട്ടാണല്ലേ ഒരു സിനിമയില് സെറ്റും നിങ്ങളുടെ ലൊക്കേഷനും ഒക്കെ അങ്ങനെയായിരുന്നോ, വൈബായിരുന്നോ? പിന്നെ ഫൺ, ഫുൾ ഹാപ്പി. അപ്പോൾ നമ്മുടെ ഇന്റർവ്യൂവിൻ്റെ ഒരു ഓഫ് ദി റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെഗ്മെന്റ് ഉണ്ട്. കുറച്ച് ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ആൻസർ പറഞ്ഞു പോകാം, ഇല്ലെങ്കിൽ നമുക്ക് ചോദ്യം സ്കിപ്പ് ചെയ്യാം. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സന്ദീപ് നസ്ലിൻ എന്ന് പറഞ്ഞിട്ടൊരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. അതായത് പിന്നെ ഇതിലാരാണ് ക്യൂട്ട് എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഒരു സോഷ്യൽ മീഡിയ ഉണ്ട് നമ്മുടെ റീൽസിലൊക്കെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ, സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? സന്ദീപാണോ നസ്ലിനാണോ ക്യൂട്ട്? ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. രണ്ടുപേരും ക്യൂട്ടാന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഇതിനേക്കാൾ ക്യൂട്ട് ഞാനാണ്. അയ്യോ അങ്ങനെയൊന്നും ആൾക്കാർ തെറി പറയും. അത് അങ്ങനെയൊന്നുമില്ല, രണ്ടുപേരും ക്യൂട്ടാന്ന് തോന്നുന്നു. ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അതാ. ഇൻസ്റ്റഗ്രാം ആണോ വാട്സപ്പ് ആണോ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്? വാട്സാപ്പ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഈ ജെൻസി ടേംസ് ഒക്കെ അറിയാവോ? സ്കിബിട്ടി, പൂക്കി, ഏറെക്കുറെ കേട്ടിട്ടുണ്ട്. ഇഷ്ടമാണോ അങ്ങനെയുള്ള വാക്കുകളൊക്കെ? അത് ഉപയോഗിക്കേണ്ടി വന്നാൽ ഉപയോഗിക്കുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടപ്പെടാൻ മാത്രമൊന്നുമില്ല. ഒന്നുമില്ല. ഒരു പെർഫെക്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അയ്യോ, അത് ദോശയും സാമ്പാറൊക്കെ ഓക്കെയാണ്. ഇവിടെ നമുക്ക് നല്ല ബിരിയാണി കിട്ടുന്ന സ്പോട്ട് ഏതാ കൊച്ചിയിൽ? ഞാൻ ഭയങ്കര മോശം അങ്ങനെ ഫുഡ്. ആണോ? ബിരിയാണിയാണോ മന്തിയാണോ ഇഷ്ടം? ബിരിയാണിയാണ് ഇഷ്ടം. കറക്റ്റ് അറിയില്ല. ഞാൻ ഫാൻസിന് ഇത് കൊള്ളും. അയ്യോ അല്ല, MRയിലും ബിരിയാണി അടിപൊളിയാന്ന് എല്ലാരും പറയാറുണ്ട്. എനിക്ക് അറിയില്ല. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് സെലിബ്രിറ്റി ക്രഷസ് ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ ഒരു ഓർമ്മയില്ല. ഇല്ല. നമ്മൾ ചില സൂപ്പർ ഹീറോ, ഇപ്പോൾ ലാലേട്ടൻ്റെ സ്ഫടികം പോലുള്ള സിനിമ കാണുമ്പോഴത്തേക്കും സ്വാഗ് അങ്ങനെ നമുക്ക് തോന്നിയിട്ടില്ലേ? ഇപ്പം നമ്മൾ ലേഡി സ്വാഗ്സിനെ കുറിച്ച് പറഞ്ഞു. മെയിലിലേക്ക് വരുമ്പോഴത്തേക്കും അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് തോന്നുന്ന ഒരു ആളാരാണ്? സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ രജനീകാന്ത് ആണല്ലോ. മലയാളത്തിൽ ലാലേട്ടൻ, മമ്മൂക്ക തന്നെ. അതിലൊരു ഈക്വൽ എനിക്കൊരു ബയസില്ല. ഞാൻ രണ്ടുപേരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു നൈറ്റ് ഒരു ട്രിപ്പ് പോകണമെന്ന് വിചാരിച്ചാൽ ഏറ്റവും അടുത്ത് വിളിക്കുന്ന ഒരു ക്ലോസ് ഫ്രണ്ട് ആരാ? ശാശ്വത് എന്ന് പറഞ്ഞ കൂട്ടുകാരുണ്ട്, അവനായിരിക്കും വിളിക്കുന്നത്. ഞാൻ നൈറ്റ് പുറത്ത് പോകാറില്ല. അല്ല, എന്തുകൊണ്ടാ ശാശ്വത്? നമ്മുടെ ഒരു ക്വാളിറ്റി കൊണ്ടായിരിക്കുമല്ലോ നമ്മൾ സെലക്ട് ചെയ്യുക.
ശാശ്വത എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്, നാടകത്തിലുണ്ടായിരുന്നു പണ്ട് തൊട്ട്, ചെറുപ്പം തൊട്ട്. പിന്നെ ദീപകിനെ വിളിക്കും, ദീപക്കും ഫുൾ സ്ഥിരം എൻ്റെ കൂടെയുള്ള. അപ്പം അവർ രണ്ടുപേരും ആയിരിക്കും എപ്പോഴും ഓൺ റെഡി എന്നുള്ളത്. എപ്പോഴും കുറേ സംസാരിക്കുന്ന ഒരു ചാറ്റർ ബോക്സ് ആണോ അതോ സൈലന്റ് ആയിട്ടുള്ള ആളാണോ? ഒരുപാട് സംസാരിക്കും. ആൾക്കാർക്ക് കുറച്ചേരം മിണ്ടാണ്ടിരിക്കട എന്ന് പറയുന്ന പോലത്തെ രീതിയിൽ സംസാരിക്കും. അതെ. കൂടെയുള്ള കൂട്ടുകാരോ? കൂടെയുള്ള കൂട്ടുകാർ ചിലവർ ഭയങ്കര ഇൻട്രോവേർട്സ് ആണ്. ഡിസൈനേഴ്സ് ഒട്ടുമിക്കലും ഭയങ്കര ഇൻട്രോവേർട്സ് ആണ്. ഒന്നും സംസാരിക്കുകയില്ല, ഫോട്ടോ എടുക്കാനൊന്നും സമ്മതിക്കില്ല, അങ്ങനത്തെ കൂട്ടുകാരാണ്. അതെ. പീസ്ഫുൾ ആയിരിക്കും അപ്പോൾ. അതെ. അപ്പൊ അവിടെ ഇടയ്ക്ക് വൈബാക്കാൻ ഒരാൾ വേണ്ടേ? അങ്ങനെ ഒരാളില്ല? ഞാനുണ്ടല്ലോ. ഓക്കെ, അത്രേ ഉള്ളൂ. എന്തായാലും അരുൺ, താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം. നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ അത് എത്രത്തോളം സന്തോഷമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. എനിവേ, താങ്ക് യു ഫോർ ദ ടൈം. നല്ല കുറേ ഡിസൈൻസ് വരട്ടെ, നമുക്കതൊക്കെ കാണാൻ പറ്റട്ടെ, നല്ല സിനിമകളും ഉണ്ടാവട്ടെ കേട്ടോ ലൈഫിൽ. താങ്ക് യു സോ മച്ച്.